ഹേയ് പീപ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഒരു തുടക്കക്കാരിയുടെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകും, ക്ഷമിക്കാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോണത് ഒരു കൊറിയൻ ടി വി സീരീസ് ആണ്. പേര് ബിയോണ്ട് ഇവൽ, റിലീസ്ഡ് ഇൻ 2021 വിത്ത് എ സോളിഡ് 8.1 IMDb റേറ്റിംഗ്. ഈ സീരീസിന് ആ വർഷത്തെ സൗത്ത് കൊറിയയിൽ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയ ബേസങ് ആർട്സ് അവാർഡ് ഫോർ ദ ബെസ്റ്റ് ഡ്രാമ, ബെസ്റ്റ് ടി വി സ്ക്രിപ്റ്റ് ആൻഡ് ബെസ്റ്റ് ലീഡിംഗ് ആക്ടർ കിട്ടിയിട്ടുണ്ട്. നൗ, കഥ ഇൻ ഷോർട്ട്. രണ്ട് ഡിറ്റക്റ്റീവ്സ് അവർക്കൊരു സീരിയൽ മർഡർ കേസ് സോൾവ് ചെയ്യാൻ കിട്ടും. ക്യാച്ച് എന്താ വെച്ചാൽ തമ്മിൽ ഒരു വിശ്വാസമില്ല രണ്ടാൾക്കും. ബട്ട് ദേ ഫോഴ്സ് ടു വർക്ക് ടുഗെദർ. അങ്ങനെ അവർ കേസിൽ ഓരോ ക്ലൂവും കണ്ടുപിടിക്കും. പക്ഷെ അതൊക്കെ വേറെ കുറുക്കിൽ അവരെ കൊണ്ടെത്തിക്കും. കുറുക്കെല്ലാം ഒന്ന് അഴിച്ചു വന്ന് ഇപ്പം തീരെന്ന് വിചാരിക്കുമ്പോൾ അതാ വലിയൊരു ട്വിസ്റ്റ്. നമുക്ക് ഒരിക്കലും പിടിതരാതെ ഗ്യാസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്രൈം കം മിസ്റ്ററി ത്രില്ലർ. അതാണ് ബിയോണ്ട് ഇവൽ. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ പറയുന്ന സ്റ്റോറിയൊക്കെ കേട്ടിട്ട് ആരും അനുകരിക്കാനൊന്നും പോകണം. സോ ബി ഹ്യൂമെയിൻ ആൻഡ് ബി റെസ്പോൺസിബിൾ. എപ്പിസോഡ് 1 തുടങ്ങുന്നത് ഒരാൾ രാത്രി ഒരു കുട്ടിക്കാട്ടിലൂടെ ആരോ അന്വേഷിച്ച് നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എന്തോ തട്ടി വീഴും പാവം. ഈ ശബ്ദം കേട്ട് മറ്റേ സൈഡിൽ എന്താണെന്ന് ചോദിക്കുന്നതും കേൾക്കാം. ആദ്യം ഓക്കേന്ന് വിളിച്ചു പറഞ്ഞെങ്കിലും അടുത്ത സെക്കൻഡിൽ ആൾ എന്തോ കണ്ട് അലറി വിളിക്കും. അവിടെയാണ് നമ്മുടെ കഥയിലെ മെയിൻ ക്യാരക്ടേഴ്സിലൊരാളെ ഡോൺ ഷിക്കിന് ഇൻട്രൊഡക്ഷൻ. ആളി അലർച്ച കേട്ട് ഓടി വന്ന് നോക്കുമ്പോൾ താഴെ മണ്ണിൽ വിരലൊക്കെ പാതി മുറിഞ്ഞ് പാതി അഴുകിയ ഒരു ഡെഡ് ബോഡി. അവിടുന്ന് കട്ട് ചെയ്ത് നമ്മൾ കാണുന്നത് ഒക്ടോബർ 14, 2000 മുഞ്ചു സിറ്റി. ആദ്യം നടന്ന സീനിലുള്ള അതേ ടൗൺ, ബട്ട് 20 years ബാക്ക്. അവിടെ ഒരു പള്ളിയിൽ ലീ യു യോൺ എന്ന് പേരുള്ള ഒരു ചെറുപ്പക്കാരി സുന്ദരി പിയോന വായിക്കുവാണ്. കൂടെ അവളെ പോലെ നല്ലൊരു മകള് കിട്ടിയതിൽ കോംപ്ലിമെന്റ് വാങ്ങിയിരിക്കുന്ന അമ്മ. മോളെ പറ്റി നല്ല അഭിപ്രായമാണെങ്കിലും അവളുടെ ട്വിൻ ബ്രദറിനെ പറ്റി വലിയ അഭിപ്രായം ഇല്ല നാട്ടുകാർക്ക്. ടിപ്പിക്കൽ ജഡ്ജ്മെന്റൽ സൊസൈറ്റി. ആ ദിവസം അവരുടെ അമ്മൂമ്മയുടെ പേരിൽ നടക്കുന്ന മെമ്മോറിയൽ മാസാണ്. അതുപോലും അറ്റൻഡ് ചെയ്യാതെ മുങ്ങി നടക്കാനാണ്. അവൻ ടൗണിലുള്ള ഏതോ ഒരു കഫേയിൽ ഗിത്താറും വെച്ച് പാടി വെറുപ്പിച്ചുകൊണ്ടിരിക്കുക. ഒടുവിൽ ശല്യം സഹിക്കാൻ പറ്റാതെ അവനെ കഫേ ഓണറിന്റെ മോളായ ജൂസിയോൺ ഗെറ്റൗട്ട് അടിക്കും. നീയൊക്കെ നിന്റെ അനിയത്തെ വെച്ച് നോക്കുമ്പോൾ വെറും പാഴാന്നും പറഞ്ഞു. അത് കേട്ട് അവന്റെ ദേഷ്യമൊക്കെ വരും. എന്നാലും നിന്നെ കണ്ടോലാടിയെന്നും പറഞ്ഞ് അങ്ങ് ഇറങ്ങും. രാത്രിയായിട്ടും തന്റെ ചേട്ടനെ വീട്ടിൽ കാണാൻ യോൻ ചേട്ടന് മെസ്സേജ് അയക്കും. എന്നാലോ ഇന്ന് വീട്ടിലേക്കില്ല, വേണമെങ്കിൽ പുറത്തുനിന്ന് കാണാമെന്നും പറഞ്ഞു അവനും. അതും കേട്ട് അവള് ആ പാതിരിക്ക് ഒറ്റയ്ക്ക് പോകും, വിജനായിട്ടുള്ള റോഡിലൂടെ. അത് നമ്മൾ ആദ്യം കണ്ട കാടിനടുത്തൂടെ. അങ്ങനെ അവൾ നടക്കുമ്പോൾ പെട്ടെന്നൊരു സ്ത്രീ കരയണ ശബ്ദം കേൾക്കും. ഞെട്ടി നിൽക്കുന്ന സമയം പെട്ടെന്ന് സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ ഓഫാകും. അവൾ അവിടെ നൂടും. അടുത്ത ദിവസം രാവിലെ ജൂസിയോൺ, കഫേ ഓണറിന്റെ മകള്, ആ കുറ്റിക്കാടിനുള്ളിൽ കയ്യും കാലൊക്കെ കെട്ടി വിരലിൻ്റെ അറ്റമൊന്നും ഇല്ലാതെ ജീവനറ്റ് കിടക്കുമായിരിക്കും. അതേസമയം ഡോൺഷിക്കിൻ്റെയും യുവൻ്റെയും അമ്മ പേപ്പർ എടുക്കാൻ വേണ്ടി വീട്ടിൻ്റെ പുറത്തിറങ്ങുന്നതും കാണുന്നത് അവരുടെ മകളുടെ കൈവിരലെല്ലാം വെട്ടിയടുക്കി വെച്ചിരിക്കുന്നതാണ്. അതിനുശേഷം ആരും യുവനെ കണ്ടിട്ടില്ല. കമ്മിങ് ബാക്ക് ടു ദ പ്രസന്റ്, ഒക്ടോബർ 11, 2020. ലീ ഡോൺഷിക് വളർന്നു വലുതായി. പണ്ടവൻ പാടിക്കൊണ്ടിരുന്ന അതേ കഫേയിലാണ് ഇപ്പോൾ താമസം. വീട് മുഴുവൻ അനിയത്തിയുടെയും മരിച്ചുപോയ ജൂസുവോൻ്റെയും ആർട്ടിക്കിൾസ്. ഇപ്പോൾ ആൾ പണത്തെ പോലും നല്ല ഒരു അസിസ്റ്റന്റ് ഇൻസ്പെക്ടറാണ്, വിട്ടുവീഴ്ച ഒന്നും ചെയ്യാത്തൊരു നട്ട് കേസ്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് അവൻ്റെ ഇപ്പോഴത്തെ പാർട്ട്ണറായ ജിഹൂൻ്റെ കൂടെ ഒരു സലൂണിൽ പെറ്റി കേസ് ഹാൻഡിൽ ചെയ്യണതാണ്. കേസ് എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, ആ നാട്ടിലെ സ്ത്രീകളൊക്കെ കൂടി ചെറിയ രീതിക്കുള്ള ഒരു ഗാംബ്ലിംഗ് കളിക്കും, അതും 10-20 രൂപ വെച്ച്. അങ്ങനെ അവിടെ അവർ ഒന്നും രണ്ടും പറഞ്ഞ് അടിയാകും. ഒടുവിൽ എല്ലാത്തിനെയും പെറുക്കി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും നമ്മുടെ കക്ഷി. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും കേസ് ഫയൽ ചെയ്തേ പറ്റൂ ആൾക്ക്. അതും ആ കൊണ്ടുവന്ന സ്ത്രീകളുടെ ഇടയിൽ തൻ്റെ കൊലീഗിൻ്റെ ഭാര്യ ഉണ്ടായിട്ടുകൂടെ. 100 ഓരോ ലോയും എണ്ണി പറഞ്ഞിരിക്കുമ്പോഴാണ് ദി എൻട്രി ഓഫ് ഇൻസ്പെക്ടർ ഹാൻ ജുവോൺ. ചാർജ് എടുക്കാൻ വന്നതാണ് ആള്. സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള ചീഫ് ഒരു വർഷമായി ഇവിടെ ആള് കുറവാണ്, വേറെ ഓഫീസറിന് വേണമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട്. ആരും വരാതെ കണ്ടപ്പോൾ ആൾ തന്നെ മറന്ന് റിക്വസ്റ്റ് ചെയ്ത കാര്യം. അതാണ് ഗവൺമെൻറ്. ഞാൻ വിചാരിച്ചു നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള അനാസ്ഥൊക്കെ ഉള്ളൂ. നൈസ്. ഇതൊന്നല്ല പ്രശ്നം. ആർക്കും ജുവോൻ്റെ അപ്പോയിൻമെൻറ്റ് അത്ര ആക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്താണെന്ന് വെച്ചാൽ വന്ന ആൾ ചില്ലറക്കാരനൊന്നുമല്ല, പഠിച്ചത് ടോപ്പ് പോലീസ് അക്കാഡമിയിൽ, പിന്നെ കൊറിയയിലെ തന്നെ സെക്കൻഡ് ഹയസ്റ്റ് പോലീസ് ഓഫീസറിൻ്റെ മകൻ. അടുത്ത സീൻ നടക്കുന്നത് മഞ്ഞൻ ബുച്ച ഷോപ്പിലാണ്. അവിടുത്തെ മെയിൻ കുക്ക് കംബുച്ച യുൻജെ, നമ്മുടെ ഡോൺഷേക്ക്, അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പാക് ജൻജെ, ജിഹൂൺ, പിന്നെ അവൻ്റെ ചേച്ചി ജിഹ്വ
ഇവർക്കൊക്കെ ഡിന്നർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ക്യാരക്ടേഴ്സിനൊക്കെ പിന്നീട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അവിടെ എല്ലാവരും ദ ന്യൂ ഇൻസ്പെക്ടർ ഇൻ ടൗൺ ജൂവിനെ പറ്റി പിന്നെ അവൻ്റെ ഹൈ കണക്ഷൻസിനെ പറ്റിയാണ് ഡിസ്കഷൻ. പറഞ്ഞു വന്നപ്പോൾ അവൻ്റെ ഡാഡിയാണ് അടുത്ത കമ്മീഷണർ ജനറൽ, വിച്ച് മീൻസ് ദ ഹയസ്റ്റ് റാങ്ക്ഡ് പോലീസ് ഓഫീസർ ഓഫ് ദി നേഷൻ. അടുത്തതൊരു ഫ്ലാഷ് ബാക്ക് ആണ്. ജോൻ അവൻ്റെ ഹൈ റാങ്ക് ഡാഡിയുടെ കൂടെ ഡിന്നർ കഴിക്കുക. സംഭവം ആൾക്ക് തൻ്റെ മോൻ മുഞ്ചുവിലേക്ക് പോയതിനോട് താല്പര്യമില്ല. അതൊരു പട്ടിക്കാടാണല്ലോ. അയാൾ ഇലക്ഷൻ കഴിയുന്നവരെ അവനോട് പ്രശ്നത്തിലൊന്നും ചാടരുതെന്ന് പറഞ്ഞ് വോൺ ചെയ്യും. നൗ ബാക്ക് ടു പ്രസന്റ്. രാവിലെ ഡോൺ ഷേക്ക് ഓഫീസിലേക്ക് കയറുമ്പോൾ അതാ നമ്മുടെ ജോൺ. കുളികല്ലേ, നീ എപ്പോഴും കണ്ടതല്ലേ, ഒരു ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ ലവൻ പറയും, സോറി, ഞാൻ ആർക്കും ഷേക്ക് ഹാൻഡ്സ് കൊടുക്കാറില്ല എന്ന്. പാവൻ ചമ്മി. പിന്നെ അവിടെ നടക്കുന്ന ഒരു മീറ്റിംഗ് ആണ്. ജോൻ്റെ പാർട്ട്ണർ ആരാകും അതാണ് ചർച്ചാ വിഷയം. എല്ലാവർക്കും ആരെ സെലക്ട് ചെയ്യണമെന്നാണ്, എക്സെപ്റ്റ് ഫോർ ഡോൺ ഷേക്ക്. പിന്നെ ജോണിനും ഡോൺ ഷേക്കിന് താല്പര്യമില്ല. എന്താ ചെയ്യുക, ചീഫ് അവരെ രണ്ടുപേരെയും പാർട്ട്നേഴ്സ് ആക്കും. അത് പിന്നെ അങ്ങനെ ആണല്ലോ. പിന്നീട് അവർ പെട്രോളിങ്ങിന് പോകും, സ്റ്റേഷനിലെ പൊട്ട കാറിൽ. നമുക്ക് ചിലപ്പോൾ അതങ്ങനെ തോന്നുന്നില്ല, ബട്ട് ജോൻ്റെ വൃത്തി പ്രശ്നം ഉള്ളതുകൊണ്ട് ഒരു വിമിഷ്ടമുണ്ട്. കാറ് കയറിയതും അവിടെ എല്ലാം ടിഷ്യൂ വെച്ച് ക്ലീൻ ചെയ്യാൻ തുടങ്ങും. കഷ്ടം. അങ്ങനെ അവർ പോണതിൻ്റെ ഇടയ്ക്ക് ഡോൺ ഷേക്കിന് അയാളുടെ പേഴ്സണൽ നമ്പറിലേക്ക് ഒരു റിപ്പോർട്ട് വരും. ഒരു വയസ്സായ അപ്പൂപ്പൻ മിസ്സിംഗ് ആണെന്നും പറഞ്ഞ്. ഇങ്ങനെ പേഴ്സണൽ നമ്പറിലേക്ക് വിളിക്കുന്ന കേസൊന്നും എടുക്കാൻ പാടില്ലെന്ന് ജോൻ പറയുമെങ്കിലും നമ്മുടെ മനുഷ്യൻ അവിടേക്ക് വെച്ച് പിടിക്കും. സ്ഥലം ഏതാന്ന് വെച്ചാൽ നമ്മുടെ കുറ്റിക്കാട്. അവിടെ മഴയൊക്കെ പെയ്ത് ഫുൾ ചെളിയായിട്ടിരിക്കുക. അവിടെ എത്തിയതും ജോനോട് കാണാതായ ആളുടെ പേര് പറഞ്ഞ് അന്വേഷിക്കാൻ പറയും. ബിക്കോസ് ഡോൺ ഷേക്കിന് അറിയാം അവിടെ എന്താ നടക്കുന്നതെന്നുള്ളത്. അങ്ങനെ മണ്ണിലൊക്കെ കുളിച്ച് ആ അപ്പൂപ്പനെ രണ്ടുപേരും കാടിന് പുറത്ത് കൊണ്ടുവരും. ആ അപ്പൂപ്പൻ വേറെ ആരുമല്ല, 20 വർഷം മുമ്പേ മരിച്ചുപോയ ജൂസോൻ്റെ അച്ഛനാണ്. ഇപ്പോൾ ആൾക്ക് ഡിമെൻഷ്യ കാരണം ഒന്നും ഓർമ്മയില്ല. തൻ്റെ മരിച്ചുപോയ മകളെ നോക്കാനാണ് എപ്പോഴും കാടിനുള്ളിൽ പോണേ. പാവം. അങ്ങനെ അപ്പൂപ്പനെ അവരുടെ വീട്ടിലെത്തിക്കും. അപ്പോൾ അവിടെയുള്ള ആളുടെ മറ്റൊരു മകള് ഡോൺ ഷേക്കിനോട് എന്തോ മനസ്സിൽ വെച്ച് ദേഷ്യപ്പെടും. പക്ഷെ ഡോൺ ഷേക്ക് ആവട്ടെ മറുത്തൊന്നും പറയില്ല. ഇതൊക്കെ കണ്ടു നിന്ന ജോൺ ഡോൺ ഷേക്കിനോട് ചോദിക്കും, അവർക്ക് നിങ്ങളോട് എന്തെങ്കിലും പക ഉണ്ടോ? പക്ഷെ തിരിച്ചൊന്നും പറയില്ല ഡോൺ ഷേക്ക്. അങ്ങനെ അവർ സ്റ്റേഷനിൽ തിരിച്ചെത്തും. ഇപ്പോൾ കുളിച്ച് വൃത്തിയായണ തിരക്കിലാണ്. ജോൻ്റെ വെപ്രാളൊക്കെ കണ്ട് ചീഫ് ചോദിക്കും, നിന്റെ ഫ്രണ്ട്സ് ആരും പറഞ്ഞില്ലേ നിന്നോട് ഇവിടെ ജോലിയൊക്കെ ഇങ്ങനെയാണെന്ന്? അപ്പോൾ ജോൻ പറയും, ഐ ഗോട്ട് നോ ഫ്രണ്ട്സ്. കാരണം എല്ലാവരും അവൻ്റെ അടുത്ത് വരുന്നത് അവൻ്റെ ഇൻഫ്ലുവൻസ് ഓർത്താണ്, എന്തെങ്കിലും സാധിക്കാൻ വേണ്ടിയാന്നൊക്കെ. ഓ ദാറ്റ്സ് സാഡ് അല്ലേ? അവിടുന്ന് കട്ട് ചെയ്താ സ്റ്റേഷനിൽ എല്ലാവരും പ്ലസ് യൂഷ്വൽ വിസിറ്റേഴ്സൊക്കെ നമ്മുടെ ജേഹിയുടെ റെസ്റ്റോറൻറ്റിൽ ഡിന്നർ കഴിക്കാനിരിക്കുകയാണ്. ജോനെയും ഡിന്നറിന് വിളിച്ചിരുന്നു, പക്ഷേ നോ വൺസ് എക്സ്പെക്ടിങ് ഹിം. കാരണം അവൻ്റെ വൃത്തിയും സ്വഭാവവും ഒക്കെ വെച്ച് വരില്ല എന്നറിയാം. പക്ഷെ നമ്മൾ ആളെത്തി. ആസ് യൂഷ്വൽ ടോപ്പിക് അവൻ്റെ ഡാഡിയിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ അധികം നേരം നിൽക്കേണ്ട വന്നില്ല ആൾക്ക്. അങ്ങനെ ഇറങ്ങി വരുമ്പോൾ അടുത്ത റൂമിൽ നമ്മുടെ ഡോൺ ഷേക്ക് ഒരു സൈക്കോ പോലെ മീറ്റ് കട്ട് ചെയ്യുന്ന കാണും. അങ്ങനെ ജോൻ വീണ്ടും ഡോൺ ഷേക്കിൻ്റെ അടുത്ത് പോയി ചോദിക്കും, എന്താ നിങ്ങൾ ആ അപ്പൂപ്പൻ്റെ മകളോടൊന്നും തിരിച്ചു പറയാതിരുന്നേ? എന്തിനാ അവർ പറയുന്നതൊക്കെ കേട്ട് നിന്നേന്നൊക്കെ. അപ്പോൾ ഡോൺ ഷേക്ക് പറയും, ഞാൻ ഒരാളെ കൊന്നു, അയാളുടെ ഇളയ മകളെ. ജോൻ അത് കേട്ട് ഒരു ഭാവവ്യത്യാസം ഇല്ലാതെ അവളെ എങ്ങനെ കൊന്നേന്ന് ചോദിക്കും. പക്ഷെ ഡോൺ ഷേക്ക് പറയും, ഏയ് ജസ്റ്റ് കിഡിങ്. അവിടുന്ന് സീൻ കട്ട് ചെയ്താ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. സിയോൾ നഗരം. അവിടെ ഒരു ഫാൻസി റെസ്റ്റോറൻറ്റിൽ ജോൻ ഒരു ചെറുപ്പക്കാരൻ പ്രോസിക്യൂട്ടറിനെ മീറ്റ് ചെയ്യും. അയാൾ ജോൻ്റെ കയ്യിലൊരു ഫയൽ കൊടുക്കും. വി സൻഹി എന്ന് പേരുള്ള ഒരു സ്ത്രീയുടെ ഓട്ടോപ്സി റിപ്പോർട്ടാണത്. ആ സ്ത്രീയും കൊല്ലപ്പെട്ടത് ജൂസിയോ മരിച്ച പോലെ തന്നെയാണ്. ഈ പ്രോസിക്യൂട്ടർ വേറെ ആരുമല്ല, ജോണിനെ ചെറുപ്പം തൊട്ടേ ട്യൂഷൻസ് എടുത്തുകൊണ്ടിരുന്ന കുട്ടിയാണ്. അതിന് പ്രത്യുപകാരം എന്നോണം ജോൻ്റെ റിച്ച് ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ ഡാഡി അവനെ പഠിപ്പിച്ചു ഫ്രീ ആയിട്ട്. ശരിക്കും അവന് ജോൻ്റെ അച്ഛൻ അവനെ മോനെ പോലെ കാണുന്നതാണ്. അങ്ങനെ ഫയലൊക്കെ വാങ്ങി ജോൺ പോണത് ഫ്ലാറ്റിലേക്കാണ്. അവൻ അവിടെ ഒരു ലോഡ് എവിഡൻസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു സീരിയൽ മർഡർ കേസിനെ പറ്റി. അതിൽ നമ്മുടെ ഡോൺ ഷേക്കിൻ്റെ ഫോട്ടോ ഉണ്ടാകും. വീണ്ടും ഒരു ഫ്ലാഷ് ബാക്കാണ്. ഫ്ലാഷ് ബാക്കിൻ്റെ ഫ്ലാഷ് ബാക്ക്. സോറി, ഇന്ന് വരെ ഫ്ലാഷ് ബാക്ക് ഇല്ല.
9 മാസം മുന്നേ ജോന്റെ അണ്ടറിൽ ജ്യൂസ് യോൺ മർഡർ കേസ്, യോന്റെ ഡിസപ്പിയറൻസ്, പിന്നെ അവരിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സീരിയൽ മർഡർ കേസ് ആയിട്ടുള്ള റിസംബ്ലൻസിനൊക്കെ പറ്റി പ്രസൻറ്റേഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് തൻ്റെ കൊലീഗ്സ് ഡോൺഷിക്കിനെ പറ്റി അവർക്കറിയാമെന്നും അവിടെയുള്ള ഇൻസ്പെക്ടേഴ്സിൻ്റെ ഇടയിൽ ആളൊരു സംസാര വിഷയമായിരുന്നു എന്നും പറയണേ. ഡോൺഷിക്ക് ആക്ച്വലി സോൾ പോലീസ് ഏജൻസിയിൽ വർക്ക് ചെയ്ത ഒരു ഇൻസ്പെക്ടറായിരുന്നു. പക്ഷെ അതിനിടയിൽ ആളുടെ പാർട്ട്ണർ ദുരൂഹമായി മരിച്ചു. ശേഷം ഇൻസ്പെക്ടറിൽ നിന്നും അസിസ്റ്റന്റ് ഇൻസ്പെക്ടറായി ഡിമോട്ടഡായി. ആർക്കും ആക്ച്വലി അറിയില്ല എന്താണ് നടന്നതെന്ന്. എന്തൊക്കെ ആയാലും ജോന്റെ സംശയം മുഴുവൻ ഡോൺഷിക്കിലാണ്. ആൻഡ് ഇൻ ഫാക്ട് ഡോൺഷിക്കായിരുന്നു അന്ന് ആ കേസ് നടക്കുമ്പോഴുള്ള പ്രൈം സസ്പെക്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ജോൺ വെറുതെ അല്ല ഡോൺഷിക്കിന് പിന്നാലെ നടക്കണം. ഹീസ് ഓൺ ടു സംതിങ്. അഗൈൻ ബാക്ക് ടു ദ പ്രസന്റ് ഡേ. ജിവോൺ കാറിൽ ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ ഡോൺഷിക് ജിഹോനെയും കൂട്ടി അവൻ്റെ 20 വർഷം മുന്നേ കാണാതെ പോയ അനിയത്തിയുടെ ബാനർ ടൗൺ മുഴുവൻ കിട്ടുന്നത് കാണും. ആളെ കണ്ട് കിട്ടുകയാണെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു. ആക്ച്വലി ഇറ്റ് സീംസ് എ ബിറ്റ് സ്ട്രേഞ്ച് അല്ലേ? 20 വർഷം മുന്നേ കാണാതെ ഒരാൾക്ക് വേണ്ടി ബാനർ കിട്ടുക എന്നൊക്കെ വെച്ചാൽ. അഗൈൻ ഒരു കോൾ. അപ്പൂപ്പൻ ഈസ് മിസ്സിങ്. അങ്ങനെ ഡോൺഷിക് ജിഹോനെയും കൂട്ടി കുറ്റിക്കാട്ടിലേക്ക് പോകും. പാവം നമ്മുടെ ജിവോൺ. അവനാണെങ്കിൽ കുളിച്ച് കുട്ടപ്പനായി ഓഫീസിലേക്ക് എത്തിയപ്പോൾ ഡോൺഷിക്കിനെ അസിസ്റ്റ് ചെയ്യാൻ ചീഫ് അവനെ ബ്ലഡി കാട്ടിലേക്ക് വീണ്ടും വിടും. അവൻ സീനിലെത്തുമ്പോഴേക്കും ഇരുട്ടായി കാണും. അങ്ങനെ 3 പേരും അപ്പൂപ്പന് വേണ്ടിയുള്ളൊരു തെരച്ചിലാണ്. ഇവിടാണ് നമ്മൾ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കണ്ട സീൻ. അങ്ങനെ 3 പേരും സീനിലെത്തും. ആ ബോഡി കണ്ടപ്പോൾ ഡോൺഷിക്കിൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് ഇത് തൻ്റെ അനിയത്തിയുടെ ബോഡിയാണോ എന്നാണ്. പക്ഷെ ജിവോൻ്റെ എക്സ്പ്രഷൻ നമ്മൾ വിചാരിച്ച പോലെയല്ല. മറിച്ച് അവൻ ആ ഡെഡ് ബോഡിയിലെ റിങ് കണ്ട് ഞെട്ടും. അത് അവൻ അറിയുന്ന ആരോ ആണെന്ന പോലെ. ഈ റിയാക്ഷൻ നമ്മുടെ ഡോൺഷിക്കും കാണും. എന്നിട്ട് പേടിച്ചു പോയ ജിഹോനെ കാറിലേക്ക് തിരിച്ചയച്ച് ജിവോണിനോട് ചോദിക്കും, ആരാ ഈ സ്ത്രീ? തിരിച്ച് അവൻ, നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഇതൊരു സ്ത്രീയാണെന്ന്? തിരിച്ചൊന്നും പറയാതെ ബോഡി റിപ്പോർട്ട് ചെയ്യാൻ പറയും ജിവോണിനോട്. പക്ഷെ ജിവോൺ അവൻ ചോദിക്കും, ലീ യു യോൻ, നിങ്ങളുടെ അനിയത്തി, നിങ്ങൾക്ക് ഉറപ്പാണോ അവളെ നിങ്ങളല്ല കൊന്നതെന്ന്? ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ ഡോൺഷിക്ക് അവൻ്റെ അടുത്തേക്ക് വന്ന് ഒന്ന് അവനെ നോക്കി ശരിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം.